കാഞ്ചീപുരം വെഡ്ഡിംഗ് സിൽക്ക് സാരീസ് ഡിസൈനേഴ്സൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഈവൺ ഇപ്പോൾ നമ്മൾ കല്യാണമൊക്കെ നിശ്ചയിച്ചവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു ട്രെൻഡ്, ഒരു 5 വർഷമായിട്ടുള്ളൊരു ട്രെൻഡാണ്. എന്ത് കാര്യങ്ങളും ഏത് കോസ്റ്റ്യൂം നമ്മൾ എടുത്താലും ഡിസൈനർ ടച്ച് വരുന്ന ഐറ്റംസ് യൂസ് ചെയ്യാനാണ് എല്ലാവർക്കും കുറച്ചും കൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ, ഭയങ്കര താല്പര്യം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ലാവിസ് ഡിസൈൻസിൻ്റെ വെഡ്ഡിംഗ് കളക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡിസൈനർ കാഞ്ചീപുരം വെഡ്ഡിംഗ് സിൽക്ക് സാരീസാണ്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന കളേഴ്സിൽ ഒരു ടിപ്പിക്കലായിട്ട് നമ്മൾ നോർമൽ കാണുന്ന വെഡ്ഡിംഗ് സാരീസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് സാരീസിൻ്റെ കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വില നിങ്ങൾക്ക് റേറ്റ് ഒന്ന് നിങ്ങൾ മൈൻഡിലൊന്ന് വെച്ചോളൂ. ഞാൻ ലാസ്റ്റാണ് റേറ്റ് പറയുന്നത്. കാര്യം നിങ്ങളിതിൻ്റെ എന്താ പറയുക, ഡിസൈനും അതിൻ്റെ ടെക്സ്ചറും കണ്ടിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്യണം കേട്ടോ, എത്ര റേറ്റ് വരും എന്നുള്ളത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നതുണ്ട്, ഈ കാണുന്ന കളേഴ്സാണ്. ഇതിൽ നമ്മൾ ചിലതിൽ ബാവഞ്ചി ബോർഡറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടോ, ബാവഞ്ചി ബോർഡറും ചിലത് ബോർഡറിൽ ബാവഞ്ചി പ്ലസ് ഡിസൈനർ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂയിഷ് ഗ്രീനാണ്. ഫുള്ള് ബ്ലൂ എന്നും പറയാൻ പറ്റില്ല, ഗ്രീനും പറയാൻ പറ്റില്ല, രണ്ടും കൂടെ മിക്സായിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. എപ്പോഴും നമ്മൾ പട്ടെന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ സിൽക്ക് സാരീസ് എന്ന് പറയുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡിസൈനർ ടച്ചാണ് പീക്കോക്ക്. അതുപോലെ തന്നെ ഒരു മാംഗോ ഡിസൈൻ ഉണ്ട്. ട്രഡീഷണൽ ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരിക്കലും ഫാഷൻ ഔട്ടാവാത്തതും. അതുപോലെ തന്നെ ഏതിലും കാര്യം നമ്മൾ ആ വീവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡിസൈൻസാണ് പീക്കോക്ക്. ഇത് നോക്കിക്കോളൂ നിങ്ങൾ, നല്ല അടിപൊളി ഡിസൈനാണ്. പല്ലു പോർഷൻ വരുമ്പോൾ ജസ്റ്റ് ഈ ഒരു ഡിസൈനിലാണ് പല്ലു വന്നിരിക്കുന്നത്. ബോഡിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ്. ഇതിൽ ആ ട്രഡീഷണലായിട്ട് വരുന്ന വീവിങ് പാറ്റേണും പ്ലസ് ആ പീക്കോക്കിൽ വരുന്ന, കാരണം രണ്ട് കളറും കൂടെ മിക്സാണ്. നമ്മൾ നോർമൽ കാണുന്ന കളറൊന്നും ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള പീക്കോക്ക് ബ്ലൂവും ഗ്രീനും മിക്സായിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ത്രെഡ് ഡിസൈനും കൂടെ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, മെറൂണിൽ വരുന്ന ത്രെഡ് ഡിസൈനും കൂടെ മിക്സായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് നമ്മൾ നോർമൽ കാണുന്ന എല്ലാ ബ്ലൗസിലും കൂടെ ഡിസൈനാണ്. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ ഹോൾ ബോഡി, സാരീൻ്റെ ഫുൾ ബോഡി ഫുള്ള് വർക്ക് ആയതുകൊണ്ട് ബ്ലൗസ് വന്നിരിക്കുന്നത് ജസ്റ്റ് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. നമുക്ക് ഇങ്ങനത്തെ ഇതിൽ ഒരു ട്രഡീഷണൽ ടച്ച് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ബ്ലൗസ് സിമ്പിളായിട്ട് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ്. ബോഡി ഫുൾ വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. വെഡ്ഡിങ് സാരി കൺസെപ്റ്റിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റാണ്. പ്യുവർ കാഞ്ചീപുരം സിൽക്കാണ്. ഇതുണ്ടോ, നല്ല കളറിൽ. ബോർഡർ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് 4 ഇഞ്ച് ബോർഡറിൽ വരുന്ന സാരിയാണ്. ഷോറൂമിൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി കൺസെപ്റ്റ് നിന്ന് മാറിയിട്ട് ഒരു ട്രഡീഷണൽ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡാർക്ക് പേർപ്പിളാണ്. ഡാർക്ക് പേർപ്പിൾ സെയിം തന്നെ ഡാർക്ക് പേർപ്പിളിൽ അതിൽ നമ്മളിപ്പോൾ ഒരു ഡിസൈനർ ടച്ച് വരുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ പീക്കോക്കിൽ വരുന്നേക്കണത് ആ മെറൂൺ ഷെയ്ഡാണ്. ഇത് ഡാർക്ക് പേർപ്പിളാണ്. ഡാർക്ക് പേർപ്പിളിൽ ഗ്രീൻ ടച്ചാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ലൊരു ബാവഞ്ചി ബോർഡർ സ്റ്റൈലിൽ കണ്ടോ, നല്ലൊരു ഗ്രീൻ ടിൻറ്റാണ്, മീൻസ് ഗ്രീൻ ത്രെഡാണ് ഇതിൻ്റെ കൂടെ. ഇതുണ്ടോ, ഗ്രീൻ ത്രെഡ് ഡിസൈനാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു പോർഷൻ എന്ന് പറയുമ്പോൾ പല്ലുവിൽ ഫുള്ള് ഗോൾഡൻ സരി വീവിങ്ങിൽ ത്രെഡ് പാറ്റേൺ ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്, മീൻസ് ത്രെഡ് ഡിസൈൻ ഇല്ലാതെ. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിനാണ്. പ്ലെയിൻ ബ്ലൗസ്. ഇതാണ് ഈ സെയിം കളറാണ് ഇത് വന്നിരിക്കുന്നത്. അതിൽ ആ ഒരു ജെറി വീവിങ്ങും അതുപോലെ തന്നെ ത്രെഡ് വീവിങ്ങും വന്നപ്പോഴാണ് അതിൽ ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് വരുന്നപ്പോൾ ഇതിന് ഹാൻഡ് വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് നെക്കിന് മാത്രം ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ബോർഡർ, ഈ സ്ലീവിൻ്റെ ബോർഡർ ജസ്റ്റ് ഇങ്ങനെ ലീവ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ബോഡി ഫുള്ള് ഓൾറെഡി നല്ല ഡിസൈനർ ടച്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമ്മളൊരു ഓൾറെഡി ഒരു ഹെവി റിച്ച് ലുക്ക് ഇതിൽ വന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എന്തായാലും അതിൽ ഹാൻഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നല്ലൊരു റിച്ച് ലുക്കായിരിക്കും ഇതിൽ കിട്ടുന്നത്. ഡാർക്ക് പേർപ്പിളാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുകയാണെങ്കിൽ മെറൂൺ ഷെയ്ഡാണ്. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ള, എല്ലാവരും അത്യാവശ്യം വെഡ്ഡിങ്ങിന് നമ്മളെപ്പോഴും റെഡ്, പിങ്ക്, ഒരു ഓറഞ്ചിഷ് പിങ്ക് എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കളർ നോക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കളേഴ്സ് വിത്ത് നിങ്ങളുടെ ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ലുക്കിൽ ലാവിസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാ ടൈപ്പിലും ഒരു 2500 മുതൽ വെഡ്ഡിങ് സിൽക്സ് നമ്മളടുത്ത് 25 എന്ന് പറയുമ്പോൾ അത് സെമി സിൽക്ക് ആയിരിക്കും.
ഒറിജിനൽ സിൽക്കിലൊക്കെ നമുക്കൊരു 5000 എബവും അതുപോലെ തന്നെ വെഡ്ഡിങ് സിൽക്കിലൊരു 10,000-ൻ്റെ മുകളിലൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടെ ഹെവി ലുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈനർ ടച്ചസ് ഒക്കെ വരുന്നത്. ഇതിൽ ആ ഒരു ത്രെഡ് വീവിങ് പാറ്റേൺ ഗ്രീനിലാണ് ചെയ്തിരിക്കുന്നത്. ആ സെരി പ്ലസ് ആ ഒരു ഗ്രീൻ ത്രെഡ് ഡിസൈനിലാണ് മിക്സപ്പ് ആക്കി ചെയ്തിരിക്കുന്നത്. പല്ലു സെയിം തന്നെ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുണ്ടോ, ബാവഞ്ചി ബോർഡറിൽ പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ നോർമൽ കാണുന്ന കളേഴ്സിന്നും ഇതുണ്ടോ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഡിസൈൻ പാറ്റേണും എല്ലാം. അതിൻ്റെ റേറ്റാണ് ഇതിൽ ഏറ്റവും നല്ലൊരു എന്താ പറയുക സസ്പെൻസ് അല്ലേ. റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ഞെട്ടരുത്. എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ ഏകദേശം എത്ര വരും എന്നുള്ളതിൽ ഒന്ന് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു കാറ്റഗറി, അതായത് ഈ 3 കാറ്റഗറി വന്നേക്കണ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ, കാരണം ചിലർ വിചാരിക്കും നമ്മൾ ഓൺലൈൻ ത്രൂ കസ്റ്റമർ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വായി തോന്നിയ റേറ്റൊക്കെ ആണോ പറയണേ എന്നുള്ള ചിന്തയുണ്ടാവും. റേറ്റ് വന്നേക്കുന്നത് ജസ്റ്റ് 29,980 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഒരിക്കലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു റേറ്റിൽ. നെക്സ്റ്റ് വരുന്നത് കുറച്ചും കൂടെ ഡിസൈന് മീൻസ് അതിൻ്റെ ടച്ച് കുറച്ചും കൂടെ കൂടുതലാണ്. നമ്മൾ ആദ്യം കാണിച്ച സാരിയിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് 4 ഇഞ്ച് ഈ ഒരു ബോർഡർ മാത്രമാണ് ചെയ്തത്. ഈ 4 ഇഞ്ച് ബോർഡർ മാത്രമാണ്. പക്ഷേ ഇതിൽ വരുമ്പോൾ ഇതുണ്ടോ ഒരു 6 ഇഞ്ച് ബോർഡർ പ്ലസ് അതിൽ വീവിങ് പാറ്റേണും വന്നിട്ടുണ്ട്. സെരി വീവിങ് പാറ്റേൺ കുറച്ചും കൂടെ സൂം ചെയ്താൽ ഇതുണ്ടോ 6 ഇഞ്ച് ബോർഡർ പ്ലസ് അതിൻ്റെ കൂടെ സെരി വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട്. അതിന് ശേഷം ചെയ്തേക്കണത് സെയിം ഡിസൈൻ തന്നെ ത്രെഡ് വീവിങ് പാറ്റേണിലാണ്. അപ്പോൾ ഈ 3 ഡിസൈൻസാണ് ഈ ഒരു ഒറ്റ ബോർഡറിൽ. കാരണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒന്നും തോന്നില്ല, ജസ്റ്റ് ഒരു ഡിസൈനാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് ബോർഡേഴ്സൊക്കെ ചെയ്തെടുക്കുക പറഞ്ഞാൽ നല്ല ഭയങ്കര എഫേർട്ടാണ്. കാരണം ആ ഒരു എഫേർട്ടിൽ 2 പീസ് മാത്രമേ ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. ബാവഞ്ചി പ്ലസ് സെരി വീവിങ് ആൻഡ് ത്രെഡ് വീവിങ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി നമ്മൾ നേരത്തെ കാണിച്ചതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, കാരണം എന്ന് വെച്ചാൽ ആ ഒരു ട്രഡീഷണൽ ടച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജസ്റ്റ് ബോർഡറിലാണ്. മറ്റേതെന്ന് വെച്ചാൽ ബോർഡർ ജസ്റ്റ് ബാവഞ്ചി ചെയ്തിട്ട് ട്രഡീഷണൽ ടച്ചും അതുപോലെ തന്നെ ഡിസൈനർ ടച്ചും കൊണ്ടുവന്നത് ഹോൾ ബോഡിയിലാണ്. ഇത് നേരെ തിരിച്ച് നമ്മൾ ബോർഡറിലാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ജസ്റ്റ് ബോർഡർ ഹൈലൈറ്റ് ചെയ്ത് വേണം, ബോർഡർ ഇത്ര ഇഞ്ച് വേണം, ബോർഡർ പല എന്താ പറയുക ടേസ്റ്റാണ് ഓരോ ആൾക്കാർക്കും. ഓരോ ആൾക്കാരും നമ്മുടെ അടുത്ത് വരുമ്പോൾ ഓരോ കൺസെപ്റ്റാണ് അവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവരിൽ നിന്നൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ഓ ഇങ്ങനെയുണ്ടോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയും നമുക്ക് വരും. നമ്മൾ ത്രൂ കസ്റ്റമേഴ്സിലൂടെയാണ്. അത് ന്യൂജൻ കുട്ടികൾക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസാണ്. അവരുടെ എന്താ പറയുക കല്യാണമാണെങ്കിലും അവരിടുന്ന ഓർണമെൻറ്റ്സ്, അവരുടെ ഈവൺ ഇൻവിറ്റേഷൻ കാർഡ്, സ്റ്റേജ് ഡെക്കറേഷൻ, കളർ കോഡ് ഒന്നും പറയണ്ട. ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിന് അറിയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർക്കാണ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി അറിയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളും അവരിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇതിൽ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ്. ഇതിൽ ഗ്രീനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വീവിങ് പാറ്റേണിൻ്റെ കൂടെ ആ ഗ്രീൻ കളറിൽ വരുന്ന ത്രെഡ് പാറ്റേണും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബോഡി മീൻസ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ജസ്റ്റ് സെരി പാറ്റേണിലാണ്. ബ്ലൗസ് പീസ് ഇതിൽ വന്നിരിക്കുന്നത് പ്ലെയിനാണ്. പ്ലെയിൻ ബാവഞ്ചി ബോർഡറിൽ വരുന്ന ബ്ലൗസാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡാർക്ക് മെറൂണും കോഫി കളറും മിക്സായിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. പക്ഷെ നമുക്ക് വിസിബിളായിട്ട് കാണുന്ന പോർഷൻസ് കംപ്ലീറ്റ് ഗോൾഡൻ ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ബ്രൈഡ് ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാവും നല്ലൊരു എലഗൻ ലുക്ക് തന്നെയായിരിക്കും ഇതിൽ. ആ കളറും അതുപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻ ആ ഗ്രീൻ ടച്ചും കൂടെ വരുന്ന സമയത്ത് സൂപ്പറായിരിക്കും. കാര്യം നമ്മളിതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സിൽക്ക് സാരീസിലും അതുപോലെ തന്നെ കാഞ്ചീപുരം വെഡ്ഡിങ്ങിലൊക്കെ നമ്മൾ ഏത് കളർ മിക്സ് ആക്കുന്നതിൻ്റെ കൂടെയും നമ്മൾ ആ ഗ്രീൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ വരുന്ന ത്രെഡ് മിക്സ് ചെയ്യുമ്പോൾ ആ പട്ടിലും പിന്നെ അതുപോലെ തന്നെ ആ ഒരു സിൽക്കിൻ്റെ ഒരു ഗെറ്റപ്പ് തന്നെ മാറ്റം തന്നെയാണ് അതിൽ. അവിടെ നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു സാരി ചെയ്ത സമയത്ത് നമ്മൾ ജസ്റ്റ് വേറെ ഡിസൈൻസ് ഒന്നും അതിൽ ഹൈലൈറ്റ് ചെയ്തില്ല. ജസ്റ്റ് ഗ്രീൻ മാത്രം. ഈ കാണുന്ന എല്ലാറ്റിലും ഒന്നിന് മാത്രം മെറൂൺ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാറ്റിലും ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ത്രെഡാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കണേ ചില്ലി റെഡ്. ഇനി സപ്പോസ് ആർക്കെങ്കിലും ചില്ലി റെഡ് തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ ചില്ലി റെഡിൽ ഇതാ. ചില്ലി റെഡിൽ വരുമ്പം അതിന് ഭംഗി വേറെ തന്നെ. ഏത് കളർ എടുത്താലും അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. സെയിം പാറ്റേണിൽ ബോർഡർ, അതുപോലെ തന്നെ ബാവഞ്ചി ബോർഡർ വിത്ത് ബാവഞ്ചി
പാറ്റേൺ ഡിസൈൻ പ്ലസ് ത്രെഡ് വീവിംഗ് ആണ്. ഇത് വന്നിരിക്കുന്ന പല്ലു പോർഷൻ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുണ്ടോ പ്ലെയിൻ റെഡിൽ ഇതാണ്. ഇതിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ കൂടെ നല്ലൊരു എലഗൻ ലുക്കാണ് ഇതിന്. കാരണം ബാവഞ്ചി ബോർഡർ വരുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈല് വേറെ തന്നെയാണ്. ഇങ്ങനെ പൊന്നിൽ തിളങ്ങി നിൽക്കുന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. കണ്ടോ അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റും നിങ്ങളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യണം. എത്ര ഒന്ന് എക്സ്പെക്റ്റ് ചെയ്ത് ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് പറഞ്ഞോളൂ. ശ്രുതിക്ക് ഏകദേശം പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്കിലും ഗ്രീൻ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇതിപ്പോൾ സൂം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബോർഡർ ഉണ്ടോ, ബാവഞ്ചി ബോർഡർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാവഞ്ചി ബോർഡറിൽ ഇതുണ്ടോ ജസ്റ്റ് ഒരു 8 ഇഞ്ച് നിയർലി 10 ഇഞ്ചിൻ്റെ അടുത്ത് വരും ബാവഞ്ചി ബോർഡർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഏത് കളറാണോ സാരി വന്നിരിക്കുന്നത് ആ സെയിം കളറിൽ വരുന്ന ത്രെഡ്, ആ ബോർഡറിൻ്റെ അകത്ത് ത്രെഡ് വീവിങ് പാറ്റേണിലാണ് അതിൻ്റെ ബോർഡറിൻ്റെ ഇൻക്ലൂഡിങ് അതിൽ ചെയ്തിരിക്കുന്നത്. ബോഡി വന്നിരിക്കുന്നത് ഇതുണ്ടോ അടിപൊളി കളറ്, നല്ലൊരു പിങ്ക് അടിപൊളി. നമ്മളിപ്പോൾ ജസ്റ്റ് ഷോറൂം ലൈറ്റിൽ കുറച്ച് ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റേജ് ലൈറ്റ് അല്ലെങ്കിൽ ഡേ ലൈറ്റിൽ അത്ര വേറിട്ട് നിൽക്കും ബ്രൈഡ്, അതിൽ യാതൊരു സംശയമില്ല. ഗ്രീൻ കോമ്പിനേഷനിലാണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത്. ഇതാണ് പല്ലു പോർഷൻ. പല്ലു പോർഷനിൽ ചെറുതൊരു ചെക്സ് ആണ് വന്നേക്കുന്നത്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഒന്നും കൂടെ ക്യാമറ അടുത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇതാണ്. ഈ ഒരു പല്ലു പോർഷനാണ്, ചെക്സ് ആണ് വന്നിരിക്കുന്നത്. ചെക്സ് ഡിസൈനിൽ ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ്, പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രീനാണ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റ് വിസിബിളായിട്ട് ഇതുണ്ടോ, ആ ത്രെഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രീൻ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഗ്രീൻ, അതിൻ്റെ റിവേഴ്സ് പോർഷനാണ് ഇതുണ്ടോ ഗ്രീനാണ് ചെയ്തിരിക്കുന്നത്. പിങ്കും ഗ്രീനും. പക്ഷേ നമുക്ക് കാണുമ്പോൾ അങ്ങനെ വിസിബിളായിട്ട് ഗ്രീൻ കാണൂല. പക്ഷേ ആ ഒരു ചെറിയ ഗ്രീൻ ടച്ച് വരുന്ന സമയത്ത് അടിപൊളിയാണ്. ഇതുണ്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ അയണിങ് കൂടെ ചെയ്യുന്ന സമയത്ത് ഇതിലും വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും സാരി നിൽക്കുക. നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഡിസൈനർ പീസാണ്. ഇതുപോലെ വരുന്ന ഒത്തിരി കളക്ഷൻസ്, അതായത് ഇത് ഈ ഒരു മോഡലാണ്. അല്ലാതെ വരുന്ന പല മോഡൽസ് നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. വൺസ് കണ്ണൂർ നിയറസ്റ്റ് ആയിട്ടുള്ളവർ നമ്മളെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യണം. വെഡ്ഡിങ് എല്ലാം ഡേറ്റ് ഫിക്സ് ആയവർ ജസ്റ്റ് എല്ലാ ഷോപ്പിലും പോകുന്നത് പോലെ തന്നെ നമ്മളെ ഷോറൂമിൽ വന്നൊന്ന് നമ്മളുടെ വെഡ്ഡിങ് കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കണം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ബാവഞ്ചി ബോർഡർ സ്റ്റൈലിൽ വരുന്ന ബോഡിയിൽ ചെറിയ ചേഞ്ചസ് വരുന്ന പീക്കോക്ക് ഡിസൈനും ഇതിൻ്റെ ബോർഡറാണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നോർമൽ നമ്മളിപ്പോഴത്തെ ഒരു ടൈപ്പിൽ ഇപ്പോഴത്തെ ട്രെൻഡി കാണുന്ന ടൈപ്പ് ബോർഡർ, അതിൽ ഡിസൈനർ ടച്ചോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബോഡി ഫുൾ വന്നിരിക്കുന്നത് ഈ ഒരു പീക്കോക്ക് ഡിസൈനും ഈ ഒരു ഡിസൈനാണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈനാണ് ബോഡിയിൽ പീക്കോക്കിൻ്റെ കൂടെ ഗ്രീൻ ടച്ചോട് കൂടിയിട്ടുള്ള ഡിസൈനാണ്. പല്ലു പോർഷൻ വന്നിരിക്കുന്നത് കണ്ട സിമ്പിളായിട്ട് വരുന്ന ചെറിയ ബൂട്ട വീവിങ്, ഒരു ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഒരു ബൂട്ട വീവിങ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൗസ് കണ്ടോ, ബ്ലൗസ് ഫുള്ള് ജെറി വീവിങ് പാറ്റേണിൽ വരുന്ന ബ്ലൗസാണ്. ഇതിലൊന്നും നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യണം എന്നുള്ളവർക്ക് നിർബന്ധമായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുക. വിത്തൗട്ട് ഹാൻഡ് വർക്ക് ആണെങ്കിൽ നല്ലൊരു ഹെവി ലുക്കിൽ വരുന്ന ബ്ലൗസാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതുണ്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസും പല്ലു പോർഷൻ എങ്ങനെയാണോ അതേ ടൈപ്പിൽ വരുന്ന ബ്ലൗസാണ്. ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഇതുണ്ടോ പീക്കോക്ക് ഡിസൈനിൽ നല്ലൊരു അടിപൊളി ഇതുണ്ടോ നല്ലൊരു ഷെയ്ഡ്. കാരണം ആദ്യം കാണിച്ച ഒരു പിങ്കിനേക്കാണ് ഇതിൽ എന്ന് വെച്ചാൽ പിങ്ക് കളറിനെ കുറച്ചും കൂടി ആ ഒരു ജെറി പാറ്റേൺ ഒക്കെ വന്നപ്പോഴേക്കും ആ പിങ്ക് കളറിൽ വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റാണ് അടുത്തൊരു ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. അഫോർഡബിളായിട്ട്, കാരണം നമ്മൾ പല റേഞ്ചിലും ചെയ്യുന്നുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് സാരീസൊക്കെ നിങ്ങൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 50 എബോവ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ജസ്റ്റ് 43,800 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ അപ്പോൾ ഒരു 50,000 താഴെ നല്ലൊരു ഡിസൈനർ ടച്ചോട് കൂടിയിട്ടുള്ള സാരി നിങ്ങൾ വാങ്ങണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരെ ലാവിസ് ഡിസൈൻസിലേക്ക് വന്നാൽ മതി. നിങ്ങൾ എന്താണോ, നമുക്ക് ഒത്തിരി എന്താ പറയുക കളക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതെല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ നമുക്ക് ഇടണം, എന്നാലേ നമുക്ക് മനസ്സിലാവും. പിന്നെ കണ്ണൂർ നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് നമ്മളെ ഷോറൂമിൽ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്നുള്ളൂ. കണ്ണൂർ തളാപ്പിലാണ് ഷോറൂം വന്നിരിക്കുന്നത്. ഇനി കുറച്ച് ദൂരത്തുള്ളവർക്ക് എല്ലാവരുടെയും വിചാരം അങ്ങ് ഭൂമിയിൽ ഏതോ അറ്റത്താണ് കണ്ണൂർ എന്നാണ്. വലിയ ദൂരമൊന്നുമില്ല. കാരണം എൻ്റെ വീടൊക്കെ എറണാകുളമാണ്, ഹസ്ബൻഡിൻ്റെ വീട് കല്ലൂരാണ്, ഞാൻ വൈറ്റിലയിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ രാവിലെ ഇൻ്റർസിറ്റി അല്ലെങ്കിൽ ജനശതാബ്ദി വന്ദേ ഭാരതിനൊക്കെ പോവുകയാണെങ്കിൽ
പോയിട്ട് അവിടെ കാര്യങ്ങൾ കഴിഞ്ഞ് എമർജൻസി ഉണ്ടെങ്കിൽ തിരിച്ച് അതേപോലെ തിരിച്ച് വരുന്നുണ്ട്. അത്ര ദൂരം മാത്രമേ വരുന്നുള്ളൂ. വന്ദേ ഭാരതിലൊക്കെ വരുവാണെങ്കിൽ നിയർലി ഒരു 3.5 മണിക്കൂറൊക്കെ വരുന്നുള്ളൂ. സ്റ്റേഷൻ്റെ നിയറസ്റ്റാണ് നമ്മളെ ഷോറൂം, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈമും എപ്പോൾ വേണമെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ. എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ വന്ന് പർച്ചേസ് ചെയ്യാം. ഒത്തിരി കളക്ഷൻസ് വെഡ്ഡിങ്ങിനും അതുപോലെ തന്നെ ബ്രൈഡ്സ്മെയ്ഡ്സിനും ബ്രൈഡിൻ്റെ വീട്ടുകാർക്കും കസിൻസിനും എല്ലാം വേണ്ട കളക്ഷൻസ് ഒത്തിരി നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെഡ്ഡിങ് സാരീസാണ്. ഇത് കണ്ടോ, ഇതെല്ലാം വെഡ്ഡിങ് സാരീസാണ്. നമുക്ക് ഓരോ ദിവസം ഓരോരോ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാം. ഇനി നിങ്ങൾ പറഞ്ഞാണ് ഇന്ന റേഞ്ചിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതന്നെ അതും നമ്മൾ എടുത്തു കൊണ്ടുവരും. ഇതുണ്ട്, ഇതൊക്കെ വെഡ്ഡിങ് സാരീസാണ്. ഹാൻഡ് പിക്ഡ് വെഡ്ഡിങ് സാരീസിൻ്റെ കളക്ഷൻ. ഈ കവറിൽ വെച്ചത് കംപ്ലീറ്റ് 1 ഗ്രാം 2 ഗ്രാം ഗോൾഡ് പ്ലേറ്റിൽ വരുന്ന വെഡ്ഡിങ് സാരീസാണ്. അപ്പോൾ അത്ര കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്യുവർ സിൽക്കും അതുപോലെ തന്നെ സെമി സിൽക്കിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷൻ ലാവിസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷോറൂം മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഞങ്ങളുടെ പേജ് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കസിൻസിൻ്റെ ഒക്കെ വെഡ്ഡിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുക. അവർ വന്നൊന്ന് നോക്കട്ടെ, നോക്കിയിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു.